Hey guys, welcome back with another new video. അപ്പോൾ ഇന്നത്തെ വീഡിയോ RTR 2004vയുടെ ഒരു വീഡിയോ ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു 1.5 years ആയിട്ട് പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വണ്ടിയാണ് ഐഡിയലായിട്ട്. അപ്പോൾ ഇതിൻ്റെ ടാങ്കൊക്കെ റിമൂവ് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതൊക്കെ സ്കിപ്പ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഇഷ്യൂ വന്നിട്ട് കാർബറേറ്ററിൽ ഫ്യൂൽ ഇറങ്ങുന്നില്ല. അപ്പോൾ ടാങ്കിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്, കാർബറേറ്റർ ഐഡിയലായിട്ടിരുന്ന് ബ്ലോക്ക് ആയിപ്പോയി. അപ്പം അത് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കാർബറേറ്ററൊക്കെ റിമൂവ് ചെയ്ത്, അപ്പോൾ ക്വിക്ക് കാർബറേറ്റർ ക്ലീനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളത് ടൈം ലാപ്സിൽ എൻജോയ് ചെയ്യുക. So if you are coming here for the very first time, please consider subscribing to my channel and do like and share this video guys. So ഇതാണ് കാർബറേറ്റർ, നമ്മൾ അതിൽ നിന്ന് റിമൂവ് ചെയ്തത്. അപ്പോൾ ഇത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഫ്യൂൽ ലൈൻ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫസ്റ്റ് സ്റ്റാർട്ടപ്പാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളത് ടൈം ലാപ്സ് മോഡിൽ കാണുക. ഓക്കെ, ഗൈസ് ഇപ്പോൾ നമ്മൾ ഓപ്പൺ ആക്കി കാർബറേറ്ററിൻ്റെ ഫ്ലോട്ട് ബോൾ. അപ്പം ഇവിടെ ശ്രദ്ധിച്ചപ്പം പെട്രോൾ ഇറങ്ങാത്ത കാരണം എന്ന് പറഞ്ഞാൽ ആ നീഡിൽ വാൽവ് സ്റ്റക്കായിട്ട് ബ്ലോക്കായിട്ടിരിക്കുകയാണ്. സീനാണ്. നമുക്കപ്പോൾ ഇളക്കി ഒന്ന് ക്ലീൻ ചെയ്യണം. സോ ഇതാണ് നീഡിൽ വാൽവ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ബ്ലോക്കായിരിക്കുകയാണ്. So അങ്ങനെ നമ്മുടെ carburetor cleaning കഴിഞ്ഞു. Let's fix it right back into the bike.
So guys, we fitted back the carb and installed the tank. Now fingers crossed, starting up after 1.5 years. So let's see whether it will crank up or not. So yes, whether the choke is also on. So finally our job is done. The bike is ready and cranked up after carb work. So guys, if you like this video, please do like and share this content, and do hit my subscribe button, and please ring that bell icon guys. So bye for now, this is Moon saying ciao, see ya.